അവയവക്കടത്ത് ആരോപിച്ച് കേരളത്തിലെ പ്രശസ്തമായ കുറച്ച് ഹോസ്പിറ്റലുകളിൽ ഇ.ഡി. റെയ്ഡ് നടത്തിയിരുന്നു. ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഹോസ്പിറ്റൽ എന്നുള്ളതും അവയവ കച്ചവടം എന്നുള്ളതും ഞാൻ രണ്ടായിട്ട് കാണുന്നു. ആദ്യം അങ്ങനെയാണ് പറയേണ്ടത്. കാരണം നമുക്ക് തോന്നുന്നത് ഹോസ്പിറ്റലുകൾ മുൻകൈയെടുത്ത് ഇവിടെ അവയവ കച്ചവടം നടത്തി എന്നൊരു തോന്നലാണ് ഈ വാർത്ത കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്നത്. ഞാൻ ഇതിനെ രണ്ടായിട്ട് കാണും. കേരളത്തിലെ ഹോസ്പിറ്റലുകളുണ്ട്. ആരോഗ്യരംഗത്തിൽ ലോകത്തിന് തന്നെ മാതൃകയായ നിരവധി ആശുപത്രികൾ ഈ കേരളത്തിലുണ്ട്. പക്ഷേ മറുവശത്ത് അവയവ കച്ചവടം, അനധികൃതമായിട്ടുള്ള അവയവ കച്ചവടം നടക്കുന്നുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ കാണണം. രണ്ടിനെയും രണ്ടായിട്ട് തന്നെ കാണുകയും വേണം. ഇപ്പം ഇ.ഡിയുടെ റെയ്ഡ് പ്രശസ്തമായ 2-3 ആശുപത്രി നടന്നു. ഒന്ന് ആസ്ട്രാണ്, മറ്റൊന്ന് രാജഗിരി, ഇങ്ങനെയുള്ള ആശുപത്രികളിലൊക്കെ. പിന്നെ മെഡിക്കൽ ട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള ആശുപത്രികളിൽ ഇത് നടക്കുമ്പോൾ നമ്മൾ നോർമൽ വാർത്തകൾ കേൾക്കുന്നവർ, വായനക്കാർ എല്ലാം തന്നെ പെട്ടെന്ന് ഈ ആശുപത്രികളെല്ലാം കൂടി ചേർന്ന്, ഇല്ലെങ്കിൽ ഓരോ ആശുപത്രി അവയവ കച്ചവടത്തിൽ ഇടപെട്ടിരിക്കുന്നു എന്നാണ് തോന്നുക. ഈ അവയവ കച്ചവട ആരോപണം കേരളത്തിൽ മുമ്പും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ചില ആശുപത്രികൾക്ക് പ്രത്യേകിച്ചു. ഉദാഹരണം പറയുകയാണെങ്കിൽ കുറേ വർഷങ്ങൾ മുമ്പ് എനിക്കറിയാം, ഒരു ലോക്കൽ ന്യൂസ് പോലെ, കരക്കമ്പി പോലെ പ്രചരിക്കുന്ന ഒരു കാര്യം. അമൃതയിൽ അവയവ കച്ചവടം നടക്കുന്നു, അവിടെ അതിൻ്റെ ക്യാമ്പസിൽ ഹെലികോപ്റ്ററൊക്കെ വന്നിറങ്ങിയിട്ട് എടുത്തുകൊണ്ട് പോകണം എന്നൊക്കെ പറഞ്ഞാൽ ആരോപണങ്ങൾ ഇങ്ങനെ ചുമ്മാ വന്നുകൊണ്ടിരിക്കുക. ഇതിൻ്റെയൊക്കെ പുറകിലെന്താ? അവിടെ വേറൊരു ആശുപത്രിയെ പരിസരത്ത് തുടങ്ങാൻ പോകുമ്പോഴായിരിക്കും മിക്കവാറും വലിയൊരു ആശുപത്രിക്കെതിരെ ഒരു ആരോപണം തന്നെ. ഇതുപോലെ ഏതെങ്കിലും വിധത്തിൽ ആരോപണങ്ങളോ അക്രമങ്ങളോ, ആരെങ്കിലും മരിച്ചു എന്ന് പറഞ്ഞിട്ടോ പെട്ടെന്ന് എമർജൻസി എല്ലിപ്പൊട്ടിക്കുകയോ ഇങ്ങനെയുള്ള സംഭവങ്ങളോ ഒരു ആശുപത്രിയിൽ ഉണ്ടാവുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കണം, കേരളത്തിലെ ഒരു പാറ്റേണാണ് ഞാനീ പറയുന്നത്. വേറെ ആരോ പൈസ മുടക്കി ഒരു ആശുപത്രി അപ്പുറം ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ചില തല്ലിപ്പൊട്ടിക്കലും ചില ഡോക്ടേഴ്സിൻ്റെ ആരോപണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ഞാൻ പലപ്പോഴും നോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അന്നേരം ഓർക്കണം, അതും ആരോപണമാണ്. ഇവിടെ ആശുപത്രിക്കുള്ള ആരോപണത്തിൽ അവയവ കച്ചവടം നടന്നിരിക്കുന്നു. 5000 കോടി രൂപയുടെ അവയവ കച്ചവടം നടന്നതായിട്ട് കണ്ടെത്തി. അതിൻ്റെ സൂത്രധാരനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ ഏതൊക്കെ ആശുപത്രികളിലാണ് അയാളുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ നടന്നത്, അതുകൊണ്ടാണ് റെയ്ഡ് നടക്കുന്നത്. ഇതിൽ ഹോസ്പിറ്റലുകളുടെ ഇൻവോൾവ്മെൻറ്റ് എങ്ങനെയായിരിക്കും? ഈ ആശുപത്രികൾ നേരിട്ട് ഇൻവോൾവ് ആയിട്ടല്ല അവയവ കച്ചവടം നടന്നിരിക്കുന്നത്. ഈ പറഞ്ഞ ആരോപണത്തിൽ ഉൾപ്പെടുന്ന ഒരാശുപത്രിയും ഞാൻ സംശയിക്കുന്നില്ല. എന്നാൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഡോക്ടർമാരുടെ വ്യാജ സീലുകൾ ഒരു മാഫിയ സൃഷ്ടിക്കുന്നു. അതായത് അവയവ കച്ചവടം പൂർണ്ണമായിട്ട് ഒരു മാഫിയ ചെയ്യുകയാണ്. അതായത് അവയവ കച്ചവടത്തിന് അനുമതി കൊടുത്തുള്ള അനുമതി പത്രമായിരിക്കാം, ഡോക്ടർമാരുടെ സീലുകളായിരിക്കാം, ജനപ്രതിനിധികൾ ഇതിനു വേണ്ടി കൊടുക്കുന്ന റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് പലതും. ഇങ്ങനെയെല്ലാം വ്യാജമായിട്ടൊരു മാഫിയ ഉണ്ടാക്കിയെടുക്കുകയാണ്. എന്നിട്ട് ഇവർ ഇത് വെച്ചിട്ട് ആൾക്കാരിൽ നിന്ന് പൈസയും വാങ്ങിച്ച് ഓപ്പറേഷൻ ഡോക്ടേഴ്സിനെ കൊണ്ട് നടത്തിച്ച് ഇതിനെക്കുറിച്ച് ശരിയായിട്ടുള്ള തെറ്റായ ഡോക്യുമെൻറ്റ്സ് സംഘടിപ്പിച്ചുകൊണ്ട് വന്ന് അവർ ഓപ്പറേഷൻ നടത്തണം. ഇപ്പോൾ പ്രധാനമായിട്ടും ഈ റെയ്ഡ് നടക്കുന്നത് ആ മാഫിയ അവിടെ കൊണ്ടുവച്ച തെറ്റായ ഡോക്യുമെൻറ്റുകൾ ഏതൊക്കെയെന്ന് പ്രൊക്യൂർ ചെയ്യാനായിരിക്കും. കാരണം അവർക്കൊരു നടപടി എടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഈ വച്ച ഡോക്യുമെൻറ്റുകൾ കോടതിയിൽ കൊണ്ട് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇന്നയിടത്ത് ഇന്ന പോലെ ചെയ്തിട്ടാണ് സംഭവിച്ചത്. അപ്പോൾ പലപ്പോഴും ഈ ഡോക്യുമെൻറ്റ്സ് കിട്ടുമ്പോൾ ഇതിൻ്റെ വെരിഫിക്കേഷൻ നടത്താൻ ഡോക്ടേഴ്സിന് പറ്റിയിട്ടുണ്ടായിരുന്നു വരില്ല. ആ ആശുപത്രികൾക്കോ ആ ഡിപ്പാർട്ട്മെൻറ്റ്സിനോ കൃത്യമായിട്ട് ചിലപ്പം പറ്റിയിട്ടുണ്ടാവില്ല. അവിടെയായിരിക്കും ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ പുതിയൊരു സംവിധാനം വരണം എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നായിട്ട് ഈ അന്വേഷണത്തെ കരുതിയാൽ മതി. നിയമപരമായിട്ട് ഈ മാഫിയ സൃഷ്ടിച്ച ഈ വ്യാജ ഡോക്യുമെൻറ്റുകൾ കണ്ടെടുക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടായിരിക്കണം ഈ റെയ്ഡ് നടന്നിരിക്കുന്നതാണ് ഞാൻ കരുതുന്നത്. കേരളത്തിലെ ഒരാശുപത്രി പോലും ഇത്തരം ഒരു വ്യാജ അവയവ കച്ചവട മാഫിയസ് അവരുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചോ അല്ലാണ്ടോ സഹായിക്കാൻ വേണ്ടി വരുമെന്ന് ഞാൻ കരുതുന്നില്ല. ആസ്ട്ര ആയാലും രാജഗിരി ആയാലും മെഡിക്കൽ ട്രസ്റ്റ് ആയാലും കേരളത്തിലെ ഏറ്റവും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ ചിലതാണ്. അതിൽ ചിലതിലൊക്കെ ഇപ്പോൾ ആസ്ട്ര എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ചില ഓപ്പറേഷൻസ് അവർ പലപ്പോഴും മറ്റ് പല ആശുപത്രികളിലും നടത്താൻ പറ്റാത്തത് അവിടെയുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ചെയ്യുന്നത് എനിക്കറിയാം. വളരെ വിജയകരമായിട്ട് തന്നെ ചെയ്യുന്നത് എനിക്കറിയാം. ഇപ്പോൾ ഈയിടെ നമ്മുടെ കേരളത്തിലെ ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ വളരെ കുറഞ്ഞ ചിലവിൽ നടന്ന ഒരു ശസ്ത്രക്രിയയുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരാളുടെ ഹൃദയത്തിലെ അയോർട്ട അതിന് ഒരു ബ്രേക്കേജ് ഉണ്ടാകുമ്പോൾ അത് മാറ്റി വയ്ക്കണം. എലിഫൻറ്റ് ട്രങ്ക് സർജറി എന്ന് പറയുന്ന വളരെ ബുദ്ധിമുട്ടുള്ള ദീർഘനേരം എടുക്കുന്ന ഒരു സർജറിയാണത്. അത് വളരെ സക്സസ്ഫുള്ളായിട്ട് ആസ്ട്ര ചെയ്തത് എനിക്കറിയാം. അങ്ങനെയൊക്കെയുള്ള സുത്യർഹമായ നിലയിൽ അവിടെ പല സർജറി അവർ ചെയ്യുന്നുണ്ട്. അവരിത്തരം കുഴപ്പങ്ങൾക്ക് കൂട്ടു നിൽക്കില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ ആശുപത്രികൾക്കൊന്നും തന്നെ ഈ കച്ചവടം നടത്തിയിട്ട് വരുമാനം ഉണ്ടാക്കേണ്ട പ്രത്യേക ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നല്ല തിരക്കുള്ള ആശുപത്രികളാണ്, പൊതുവിൽ ചാർജ് കൂടുതലാണ്, ജനങ്ങളോട് പണം കൊടുത്ത് തന്നെയാണ് ഇതെല്ലാം നടത്തുന്നത്. ഏതെങ്കിലും വിധത്തിൽ അവർക്കൊന്നും ഒരു തട്ടിപ്പ് നടത്തേണ്ട യാതൊരു ആവശ്യമില്ല. പക്ഷേ മറ്റൊന്ന്, ഇവിടെ അവയവ കച്ചവടം സംഭവിച്ചിരിക്കുന്നു. അങ്ങനെയൊന്നും ഇവിടെയുണ്ട്. അതിൻ്റെ പുറകിൽ വലിയ മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. ഈ മാഫിയ ഒത്തിരി പേരെ പല രീതിയിൽ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ സ്വാധീനങ്ങൾ എങ്ങോട്ടൊക്കെ എങ്ങനെയൊക്കെ പോകുന്നു? അവർ ജനപ്രതിനിധികളുടെ വ്യാജ ലെറ്റർ ഹെഡ് ഉണ്ടാക്കുന്നു, ഡോക്ടേഴ്സിൻ്റെ വ്യാജ സീലുകൾ സൃഷ്ടിക്കുന്നു.
എന്നിട്ട് അവർ കച്ചവടം നടത്തുന്നു. അതും എങ്ങനെ? രോഗികളിൽ നിന്ന് പലപ്പോഴും വലിയൊരു തുക വാങ്ങുന്നു. 25 ലക്ഷം 30 ലക്ഷം രൂപയൊക്കെ ഒരാളിൽ നിന്ന് വാങ്ങും. എന്നിട്ട് അവയവദാതാവിന് വളരെ കുറഞ്ഞ ഒരു എമൗണ്ട് കൊടുക്കും. എന്നിട്ട് ഇത് ബാക്കി വരുന്ന വലിയ തുക ഈ റാക്കറ്റ് അടിച്ചു മാറ്റുന്നു. ഇത് സത്യത്തിൽ എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ, ഊഹം എന്ന് ഞാൻ പറയുള്ളൂ, കാരണം എൻ്റെ ഈ വ്യക്തമായ തെളിവില്ല, കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിലും ഇതുപോലെ നടക്കുന്നുണ്ട്. കാരണം പലയിടത്തുനിന്നും നമ്മളെവിടെയെങ്കിലുമൊക്കെ ആൾക്കാർ മറ്റ് സ്റ്റേറ്റുകളൊക്കെ ഒരു ട്രാൻസ്പ്ലാന്റ് നടന്നു എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ കൂടെ വരുന്ന ഫീസിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഏതാണ്ട് ഇതേ ഫീൽ തന്നെ ഉണ്ടാവണം. ഇത്ര വലിയ തുക കൊടുക്കുമ്പം അതിനർത്ഥം അവിടെ എന്തൊക്കെയോ അങ്ങനെ സംഭവിച്ചിരിക്കും നമുക്ക് തോന്നാം, ഇല്ല എന്നല്ല. എന്നാൽ അതിനെക്കുറിച്ച് വ്യക്തമായ തെളിവുകളൊന്നും തന്നെ ഇപ്പോൾ പറയാനില്ല. പലയിടത്തും പല ആൾക്കാരും പറഞ്ഞു കേട്ടറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ സംഭവം നമ്മുടെ സർക്കാർ ഏജൻസികൾ വളരെ കൃത്യമായിട്ട് ഒരു മാഫിയയെ ഇവിടെ പിൻ പോയിൻ്റ് ചെയ്തിരിക്കുന്നു. ആ മാഫിയയുടെ സൂത്രധാരൻ അറസ്റ്റിലായിരിക്കുന്നു. അപ്പം ED ആണ് ഇവിടെ കേസെടുത്ത് റെയ്ഡിന് അന്വേഷണം നടത്തുന്നത്. എന്തുകൊണ്ട് ED വന്നു? കാരണം എന്താ വെച്ചാൽ വലിയൊരു സാമ്പത്തിക തട്ടിപ്പും കൂടെ നടന്നു. രോഗികളുടെ ആൾക്കാരിൽ നിന്ന്, ഇല്ല രോഗിയിൽ നിന്ന് വലിയൊരു തുക സ്വീകരിച്ചിട്ട് വളരെ കുറഞ്ഞൊരു തുക അവയവദാതാവിന് കൊടുക്കുന്ന ഒരു തട്ടിപ്പ്. ഇതൊരു സാമ്പത്തിക തട്ടിപ്പാണെന്നുള്ളതുകൊണ്ട് ED അന്വേഷണം രംഗത്ത് വന്നു. പക്ഷേ ED അന്വേഷണത്തിൽ നിരവധി തെളിവുകൾ പുറത്തു വരും. ED അല്ലാതെ മറ്റേതെങ്കിലും ഒരു ഏജൻസി അവിടെ അന്വേഷണം നടത്തുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ തെളിവുകളുടെ പുറത്ത് കേസ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും തുടങ്ങിയിട്ടുള്ള മെച്ചങ്ങൾ മുന്നിലുണ്ട്. അതുകൊണ്ട് ഈ അന്വേഷണം നടക്കട്ടെ. ഈ ഒരു ആശുപത്രി പോലും ഇതിനകത്ത് കുറ്റാരോപിതമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ആശുപത്രികൾ, കേരളത്തിലെ ആശുപത്രികൾ വളരെ സ്തുത്യർഹമായ വിധത്തിൽ കേരളത്തിൻ്റെ ആരോഗ്യമേഖലയെ പുഷ്ടിപ്പെടുത്തുന്ന വിധത്തിൽ ഇവിടെ സേവനം ചെയ്യുന്നവരാണ്. ഏറ്റവും മികച്ച ഡോക്ടേഴ്സും ഏറ്റവും മികച്ച നഴ്സസും എല്ലാവരും അടങ്ങുന്ന ലോകത്ത് തന്നെ ഏറ്റവും മികച്ച ഒരു മെഡിക്കൽ സമൂഹമുള്ള, എത്തിക്സ് ഉള്ള ആൾക്കാരുള്ള ഒരിടമാണ് കേരളം. അവിടെ അവരറിഞ്ഞുകൊണ്ടോ ആശുപത്രി അറിഞ്ഞുകൊണ്ടോ ഒരു കുഴപ്പമുണ്ടായി എന്ന് എനിക്ക് തോന്നുന്നില്ല.